എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് രണ്ട് പ്രോഡക്റ്റാണ് കാണിക്കാൻ പോകുന്നത്. കിച്ചണിലൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങളിൽ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു സാധനങ്ങളാണ് ഇത്. ഇപ്പോൾ ഇത് ഞാൻ ആദ്യം ഇത് കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇത് ചോപ്പറാണ്. ചോപ്പർ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും ഒക്കെ നമുക്ക് അരിയാനായിട്ട്, തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാബേജും ഒക്കെ അരിയാനായിട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണിത്. ഇതിൽ 6 ബ്ലേഡാണുള്ളത്. നമുക്കതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് എടുക്കാൻ പറ്റും. അതിൽ കുറച്ച് കൂടുതൽ സാധനം ഇട്ട് കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയും സാധനമുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് വേറെ ഒരു തൈരും കൂടെ നമുക്കിതിലേക്ക് ഇത് ഉടച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചോപ്പറാണ്. നമുക്ക് ഇതിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിൽ ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നേരത്തെ ഈ ചരടിൽ വലിച്ചിട്ട് അരിഞ്ഞെടുക്കുന്ന ഒരു ചോപ്പർ ഉണ്ടല്ലോ, അതിലും ഈസിയാണിത്. അത് നമുക്ക് കുറച്ച് സ്ട്രെയിൻ കൊടുത്ത് നമുക്ക് വലിച്ചെടുക്കാം. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ഇത് വളരെ വിലക്കുറവുമാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നത്, പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടുന്നത്. ഞാൻ ഈ ക്യാരറ്റും നമുക്കതൊന്ന് കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പൊടിയായിട്ട് നമുക്കത് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ്, ഉള്ളി, പിന്നെ നമ്മുടെ ക്യാബേജ് എല്ലാം ഇതേ രീതിയിൽ നമുക്കത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതുപോലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും പിന്നെ ഒറ്റയ്ക്ക് ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും ഒക്കെ വളരെ ഉപകാരമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് വാങ്ങിച്ചു നോക്കൂ. ഇനി ഞാനൊരു വേറെ ഒരു പ്രോഡക്റ്റ് കൂടെ കാണിക്കുന്നുണ്ട്. ഇത് ഒന്നും അഡ്വർടൈസിന് വേണ്ടിയിട്ട് കാണിക്കുന്നതല്ല ഒരു കമ്പനിയുടെയും. ഞാനിത് വാങ്ങിച്ചു, എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇത് എഗ്ഗ് ബോയിലറാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ കാറ്റലോഗ് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അറിയാത്തവർക്ക് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ട്രേ ആണ്, എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങളോട് വന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു കപ്പുണ്ട്. ഇനി ഇതാണ് അതിൻ്റെ മെയിൻ സാധനം, ഇതിൻ്റെ ഹീറ്ററാണിത്. ഇതിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് ഇതെല്ലാം വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പ്രവർത്തിച്ചുകൂടെ ഒന്ന് നോക്കാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഞാനിത് ഓണാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചത് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലൊരു കപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ കപ്പിൽ അളവ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ 3 രീതിയിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. അതിന് 3 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നല്ല പ്രയോജനമുള്ളതാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഇതിലൊരു അടപ്പ് വന്നിട്ടുണ്ട്, ഇത് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് മുകളിൽ ഇത് ആവി പോകാനായിട്ട് 2 ഹോളും കൊടുത്തിട്ടുണ്ട്. അത് മുകളിൽ വരത്തക്ക വിധത്തിൽ വേണം ഇത് അടച്ചു കൊടുക്കാൻ. ആദ്യം ഈ ട്രേ വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് ഹാർഡായിട്ടാണ് ഒഴിച്ചു വേവിക്കേണ്ടതെങ്കിൽ നമുക്ക് ആ അളവിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത് ഹാർഡായിട്ടാണ് ബോയിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ആ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. മെയിൻ അവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ബട്ടണുണ്ട്, അതൊന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം തീരുമ്പോൾ ഈ ലൈറ്റ് അങ്ങ് ഓഫാവും. അപ്പോൾ ഇത് എഗ്ഗ് കറക്റ്റായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് വെള്ളം ഇതിലേക്ക് ഒഴിച്ചാലേ ഇത് ഓണാവുകയുള്ളൂ. ഇനി നമുക്ക് ഇത് ഇപ്പം ബോയിലായി വരുന്നുണ്ട്. ആ നീരാവിയായിട്ട് ഇങ്ങനെ വന്ന് സ്റ്റീമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വെള്ളം തീർന്നു. അപ്പോൾ ഈ ബട്ടൺ ലൈറ്റ് ഇപ്പം കാണുന്നില്ല. ഇനി നമുക്കിത് തുറക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആവിയായിട്ട് വന്നിരിക്കുന്ന വെള്ളം കയ്യിൽ വീഴുമ്പോൾ
കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തുറക്കരുത്. അത് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് പതുക്കെ അതൊന്ന് ആവിയൊക്കെ ഒന്ന് പോയിട്ടും തുറന്നെടുത്താൽ മതി. എഗ്ഗും അതുപോലെ ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഇനി നമ്മൾ പൊട്ടിച്ച് എഗ്ഗ് വെച്ച് ബുൾസൈ ഉണ്ടാക്കുന്ന രീതിയിലാണ്. ആ ട്രേയിൽ ആദ്യം ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് എഗ്ഗ് നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും 3 രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. സോഫ്റ്റ്, മീഡിയം, ഹാർഡായിട്ട്. ഇപ്പോൾ ഞാനിത് രണ്ടും ഞാനിപ്പോൾ ഇത് ഹാർഡായിട്ടാണ് ചെയ്തെടുത്തത്. എഗ്ഗ് ഞാൻ മീഡിയവും ഹാർഡുമായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇനി ഓണാക്കി കൊടുക്കാം. നമ്മൾ സോഫ്റ്റായി എടുക്കുമ്പോൾ ഒത്തിരി ലിക്വിഡായി പോകുന്നതുകൊണ്ടാണ്. അപ്പം എനിക്കങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ബുൾസൈയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക്, അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതേ സോഫ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഈ ട്രേയിൽ ഓയിലൊക്കെ പറ്റിയിട്ട് നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് ഇളക്കിയെടുക്കാനും വളരെ ഈസിയാണ്. പെട്ടെന്ന് അത് ഇളകി വരും. ഇത് കുട്ടികൾക്കൊക്കെ, അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്ക്, ജോലിയൊക്കെ ചെയ്യാനായിട്ട് പുറത്ത് പോയി താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരമുള്ളതാണിത്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കൂ. അതുപോലെ ഇതിൽ കുറച്ച് ആ എഗ്ഗ് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് ഈ വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ബോയിൽ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഞാൻ കോണും ക്യാരറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും ആ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. ഇപ്പം കോണും ക്യാരറ്റും ഒക്കെ സ്റ്റീമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റീം ചെയ്തൊക്കെ ഒട്ടും ഓയിലിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകേണ്ടവർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ എഗ്ഗ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോയിൽ ചെയ്യാനൊക്കെ നമുക്ക് ചിലപ്പം പുഴുങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും, പല ഷേപ്പിലാവും. ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. നല്ല രീതിയിൽ നമുക്കത് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതേ രീതിയിലാണ് ബോയിൽ ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളതെങ്കിൽ ഇങ്ങനെ നല്ല ഷേപ്പിലും കിട്ടും. നല്ല കറക്റ്റായിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഈ ഹാർഡെന്ന് പറയുമ്പോൾ ഒരുപാട് ഹാർഡായി പോയിട്ടൊന്നുമില്ല. നമ്മൾ വേവിക്കുന്നതിലും കുറച്ച് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ വേവിക്കുമ്പോഴേക്കും ആ കറക്റ്റ് ടൈമിലല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. അത് ചിലപ്പം മുമ്പോട്ട് പോവും, പുറകോട്ട് പോവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ വളരെ ഉപകാരമാണ്. വലിയ വിലയുമില്ല. അപ്പോൾ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അല്ലെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്കും അയച്ചു തരാം. ഞാനിപ്പോൾ ഇത് മീഡിയമായിട്ടും ഹാർഡായിട്ടും ചെയ്തതാണ്. നമുക്ക് പെപ്പറും ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കും. പെട്ടെന്ന് പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചോളൂ. ഓണമൊക്കെ വരാൻ പോലും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കൂ. വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.